ഒരു റീസ്റ്റോക്ക് കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ബ്ലാക്ക്ബെറി ഫാബ്രിക് ഒരുപാട് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ബ്ലാക്ക്ബെറി ഫാബ്രിക്കിന്റെ പുതിയ കളക്ഷൻസ് വരുവാന്ന്. അപ്പം ഹെവി ആയിട്ട് അതിൽ ഹാൻഡ് വർക്ക് ഒക്കെ വന്നേക്കുന്നത് നല്ലൊരു കളക്ഷൻ. 6 കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുക. ഇതൊരു ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡിലാണ് ഫസ്റ്റ് കളർ ഞാൻ ഇട്ടേക്കുന്നത്. സെയിം കളർ. എന്നിട്ട് ഇതുപോലെ ഹാൻഡ് വർക്ക് ആണ്, ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കട്ട് ബീഡ്സും കൊണ്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുക. ഇത് ദുപ്പട്ട ലൈറ്റ് ആയിട്ടാണ് ഒരു ബോർഡർ വർക്ക് കൊടുത്തേക്കുക. ചെറിയ ചെറിയ ബീഡ്സ് ലോവർ എൻഡ്സിൽ ഹെവി ആയിട്ട് എന്നിട്ട് ടാസൽസ് ചെയ്തേക്കുന്നു. ഇത് റെഡിഷ് മെറൂൺ ടോൺ ആണ്. ബ്ലാക്ക്ബെറിയിൽ എല്ലാം ബ്ലൂമിങ് കളേഴ്സ് ആണ്. അപ്പം നോർമൽ ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ബ്ലൂമിങ് ആയിട്ട് നിൽക്കുന്ന നല്ല കളർ ഷെയ്ഡാണ്. എല്ലാത്തിലും ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക്. ഞാനിതിൻ്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത് ടാസൽസ് എൻഡ്സിൽ വരുന്നുണ്ട്. ദുപ്പട്ടയുടെ ബോർഡർ ലൈറ്റ് ഹാൻഡ് വർക്ക് ആണ്. ടോപ്പിന്റെ ലെങ്ത് 2.6, ദുപ്പട്ട 2.4 ആണ്. ആൻഡ് പോട്ടോ ലൈനിങ്ങും ഉണ്ട്. നമ്മുടെ ബ്ലൂമിങ് നേവി ബ്ലൂ ആണ്. അതായത് പക്കൻ നേവി ബ്ലൂ എന്ന് പറയത്തില്ല, കുറച്ചൊരു റോയൽ ബ്ലൂ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഷെയ്ഡാണ്. അതിൽ ഹെവി ഹാൻഡ് വർക്ക്. ഇതൊരു ഈ സെറ്റിന്റെ ഓവറോൾ ലുക്ക് വന്നിട്ട് ബോട്ടം ഹെവി സാൻറ്റൂൺ ഫാബ്രിക്കിലാണ്. നല്ല ഫ്ലോയിങ് സ്റ്റൈലിൽ ഒരു സിൽക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള സിൽക്കായിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് ബ്ലാക്ക്ബെറി സിൽക്ക് എന്ന് പറയുന്നത്. അതിൽ ഹാൻഡ് വർക്ക് പാറ്റേൺ. ഇതൊരു വൈനും നമ്മുടെ വടാമുല്ലയും കൂടെ ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ്. ബ്ലൂമിങ് കളറാണ് ഇതും വന്നിരിക്കുന്നത്. 6 കളർ ഷെയ്ഡ്സ് ഉണ്ട്. റേറ്റ് 1290. ഒരു ഇതിന്റെ ഓവറോൾ ലുക്ക്. ഇത് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഫാബ്രിക് ഒന്നും അല്ല. അതുണ്ടോ ഇതേപോലെ ഇട്ടാൽ ഫ്ലോയിങ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഫാബ്രിക്കാണ്. അത് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഒരു ഷേപ്പിൽ തന്നെ ഇടാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക്കുമാണ്. ബ്ലാക്ക്ബെറി സിൽക്കാണ്. ടോപ്പും ദുപ്പട്ടയും വന്നിട്ട് ഇത് ബ്ലൂമിങ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുക. ഹെവി ഹാൻഡ് വർക്ക് സ്റ്റൈൽ. എന്നിട്ട് സെൻട്രൽ പോർഷൻ ഒരു ഫ്ലവർ പോലത്തെ പാറ്റേൺ ആണ് ഹാൻഡ് വർക്കിൽ കൊടുത്തേക്കുന്നത്. ഇതാണ് അടുത്ത കളർ വന്നിരിക്കുന്നത്. നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ടോൺ ബ്ലാക്ക്ബെറി ഫാബ്രിക്കിൽ ഹെവി ആയിട്ട് എൻഡ്സിൽ ടാസൽസ് വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഒരുപാട് ഡിസൈൻസ് ബ്ലാക്ക്ബെറിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെഗുലർ ആയിട്ട് വീഡിയോസ് കാണുന്നവരാണ് അറിയാം. ഒരുപാട് ഡിസൈൻസ് നമ്മൾ സ്റ്റിക്കർ വർക്ക് വരുന്നതും ഹാൻഡ് വർക്കുമായി വരുന്നതും എംബ്രോയിഡറി വരുന്നതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ഫാബ്രിക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ ഇതുപോലെ ലോവർ എൻഡ്സിൽ ടാസൽസ് കൊടുക്കലായിരുന്നു. ഇപ്പം ടാസൽസും കൂടെ അഡീഷണലി നമ്മൾ ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ ഒരു ലുക്ക് വരുന്ന ടാസൽസും കൂടെ കൊടുത്തിട്ടാണ്. എന്നിട്ട് ദുപ്പട്ടയുടെ എൻഡ്സിൽ ലൈറ്റ്, ടോപ്പിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് പോയിരുന്നുണ്ട്. ഈ എൻഡ്സിൽ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്താണ് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നത്. ഇതാണ് ലാസ്റ്റ് കളർ. ബ്ലൂമിങ് വയലറ്റ് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതായത് ബ്ലൂമിംഗ് എന്ന് പറയുമ്പം ഇതിലെല്ലാം ലൈറ്റ് ആയിട്ട് ഒരു 2 ടോൺ ഫീലിംഗും കൂടെ വരുന്ന ടൈപ്പ് ഷെയ്ഡ്സ് ആണ്. എല്ലാം പക്ക വയലറ്റ് അല്ല. ലൈറ്റ് ആയിട്ട് കളർ ഒരു ലൈറ്റ് അടിക്കുന്നതിന് ബേസ് ചെയ്ത് ചെറിയ കളർ ചേഞ്ചുകൾ വരുന്ന ടൈപ്പ് ഒരു ബ്യൂട്ടിഫുൾ ഫാബ്രിക് ആണ്. അതിലാണ് ഈ ഒരു ഹെവി ഹാൻഡ് വർക്ക് പോയിരിക്കുന്നത്. ആൻഡ് ബോട്ടോ ലൈനിങ്ങും ഹെവി സാൻഡൂൺ ഫാബ്രിക്കിലാണ് കൊടുത്തേക്കുന്നത്. ഇത് വരും ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നിട്ട് സെയിം ഫാബ്രിക്കിൽ വർക്ക് വന്നേക്കുന്ന ദുപ്പട്ട വിത്ത് ടാസിൽസ്. റേറ്റ് 1290, 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. പ്യൂർ റീസ്റ്റോക്ക് കളക്ഷനിൽ ഇത്രയും കളേഴ്സ് 6 കളർ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റ് വഴിയോ വാട്സ്ആപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്